നമസ്കാരം. നമുക്കിന്നൊരു വെള്ളരിക്ക വിളവെടുപ്പ് കാണാൻ കേൾക്കാം ചില ചോദ്യോത്തരങ്ങളിലൂടെ. ഈ ഏർപ്പ് വെള്ളരിന്റെ മാസം ഏതാന്ന്? മകരം. അതെന്തിനാ? സാധാരണ നമ്മ നവംബർ ഡിസംബറിൽ നടയില്ലേ? പിന്നെ നമ്മ എന്റെ ഏർപ്പില് നട്ടെ? ജനുവരി 15 നടും. അതേ സാധാരണ നമ്മ ശൈത്യത്തിലല്ലേ നടല്ലേ? കീടഭാഗം കുറവായിരിക്കും. ഓ, ചൂടുകാലത്ത് അപ്പം വെള്ളരിക്കാനുണ്ട്. ആ സമയത്ത് പിന്നെ ഇലയിരിക്കുന്നതും മറ്റു കായ് കുത്തുന്നതും. വെള്ളരിക്ക ചെടി വെള്ളരിക്ക തയ്യാറാക്കുന്ന വിധം. ഒരടി സമചതുരത്തിൻ്റെ കുഴിയെടുത്തിട്ട് ആഴം ഒരടി, അതിന് ഏറ്റവും അടിയിലായിട്ട് വേസ്റ്റ് പുല്ല് വൈക്കോല് വെച്ചു. കാരണം ഈ ചരൽമണ്ണായതുകൊണ്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിയിലോട്ട് നീച്ച് കഴിക്കും. ചരമണ്ണായതുകൊണ്ട് ഒഴിക്കും. അതുകൊണ്ട് പുല്ല് വെച്ചു, അതിന് വരെ വേപ്പ് മണ്ണാക്കിട്ടുള്ള പിന്നെ സാധനം ഇട്ടു. പിന്നെ അതിന് ആലവളം ഇട്ടു, ചാണകം ഇട്ടു അല്പം. പിന്നീട് മത്തി ഉണ്ടായിരുന്നു, മത്തി എസൻസ് ആക്കി വെച്ച മത്തി അമിനോ ആസിഡ് ഉണ്ടായിരുന്നു, അത് അതിന് പേര് ഒഴിച്ചു. 2 ദിവസം പച്ചവെള്ളം വെള്ളം ഒഴിച്ചു. അതൊക്കെ വെള്ളം ഒഴിച്ച് ലെവലാക്കിയതിന് ശേഷം പിന്നെ ജീവാമൃതം ഒഴിച്ചു, കട്ടിയുടെ ജീവാമൃതം ഒഴിച്ചു, ഇത് വെള്ളം ഒഴിച്ചു. എന്നിട്ട് അതിന് വരെ മണ്ണ് കൂടി, പിന്നീട് വെള്ളം ഒഴിച്ചു. അങ്ങനെ 10-15 ദിവസം ആ പ്രോസസ്സ് അവിടെ മണ്ണ് കൂടി, നേരത്തെ പോലും മേലെ മണ്ണ് കൂടി 10-15 ദിവസം അവിടെ കിടക്കും. എല്ലാ ദിവസവും ഇവിടെ കിടക്കും. 15 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ മേലെ ഇത് വെള്ളരിൻ്റെ വിത്തുന്നുണ്ട്. നാലാമത്തെ ദിവസം മുളകുട്ടി വരുന്നത്. ഇത് വന്നിട്ട് സാധാരണ വിരലിൻ്റെ മണ്ണിൻ്റെ വെള്ളരിൻ്റെ തൈ ഇപ്രാവശ്യം കൈത്തണ്ട കാലത്തിലാണ് അത് വന്നത്. ഒരു മേരടിന് ഒരു 5-6 പിന്നെ തൈകളുണ്ടായിരുന്നു. അതെല്ലാം പൊരിച്ചു ദിവസം 1-2 തൈകളാക്കി മാറ്റി. 70 ദിവസം ആകുമ്പോഴേക്ക് പ്രത്യേകിച്ച് വേറെ വളം ചെയ്തില്ല. 70 ദിവസം മണ്ണ് കണ്ടീഷനാക്കി കുറേ ദിവസം. പിന്നെ ആദ്യത്തെ വളം ഒരു 90 ദിവസം ആകുമ്പോൾ, 75-80 ദിവസം ആകുമ്പോൾ ഒരു 1ാമത്തെ വളം പറിച്ചു. ഒരു 100 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും പറിച്ചു. അത്രയും പണിയും ഒരു 110-120 ദിവസം ആകുമ്പോഴേക്ക് വീണ്ടും പറിച്ചു. അങ്ങനെ 3-4 തവണകളായി ഈ 25 തറ 50 മേരുടെ വെള്ളരിക്ക് ഏകദേശം 100-150 വെള്ളരിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഒരു ദിവസം ഇടുന്നു അടിപൊളി നിറച്ചു ഒറ്റ ദിവസം ഒരു കുഴി കുഴിച്ചിട്ട് ഇതെല്ലാം ഒന്നിച്ചിട്ടു. അല്ല, അടിയിൽ വിച്ചു പുല്ല്, പൊടിഞ്ഞ പുല്ലുകൾ നിറച്ചു. ചുളത്തിൽ വേസ്റ്റ് വരുന്ന പിന്നെ അമിഞ്ഞ പുല്ല്, പൊടി പുല്ല്. എന്നിട്ടോ അന്ന് തന്നെയാണ് ബാക്കി വളമിടുന്നത്. വേപ്പുണ്ടാക്കും, കക്കപ്പൊടിയും ആലവളവും അതിന്റെ മേലെ ഇട്ടു. അന്നെ ഇട്ടു. എന്നിട്ടോ പിന്നെ ബാക്കി മീനല്ലോ, അതിന്റെ മേലെ പിറ്റേ ദിവസം അല്ല അന്നിട്ടു ഇവിടെ നനച്ചു. മത്തിയും വെല്ലും ചേർത്ത് ഉണ്ടാക്കിയ സാധനം വളല്ലേ? മീൻ വളം. ഫിഷ് അമിനോ ആസിഡ് തന്നെ പറയും. അത് കൂട്ട് മീൻ വളം, എനിക്ക് മനസ്സിലാവണ്ടേ. മീൻ വളം ഇട്ടു. പിറ്റേ ദിവസം വീണ്ടും വെള്ളം ഒഴിച്ചു. ഫിഷ് അമിനോ ആസിഡ് വെച്ച് വെള്ളം ഒഴിച്ചു 2ാമത്തെ ദിവസം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം വളം ഇടുന്നില്ലേ? ചാണകം, ജീവാമൃതം, ചാണകം, പയർപ്പൊടി, വെല്ലം ചേർത്ത് മറ്റൊന്നായി മാറി. 2-3 സാധനം ചേർത്ത് മറ്റൊരു പ്രോസസ്സായി മാറി. എന്തായാലും ജീവാമൃതം ചാണകം എന്നിട്ട് അത് ഒഴിച്ചു. അത് 3 ദിവസം കഴിഞ്ഞിട്ടല്ലേ? 3 ദിവസം ജീവാമൃതം ഒഴിച്ചു. എന്നിട്ട് അതിന് വെള്ളം ഒഴിച്ചു. അത് വീണ്ടും വെള്ളം ഒഴിച്ചു. വെള്ളമൊഴിച്ച ശേഷം നേരത്തെ മണ്ണ് അത് അന്ന് തന്നെ മൂടി. ഈ ജീവാമൃതം ഒഴിച്ച് വെള്ളം ഒഴിച്ചാൽ മണ്ണിട്ട് മൂടി. ആ ഒരു ദിവസം. അപ്പൊ ഒരാഴ്ച ഉണ്ടായിട്ടുണ്ടാവും ഇതിന്റെ പരിപാടി അല്ലേ? അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് വിത്ത് ഈ മണ്ണ് മൂടിയല്ലേ? മണ്ണ് മൂടിയതിന് ചെറിയ തടം ശേഷം ആ മണ്ണിടുമ്പോൾ ജീവാമൃതം ഒഴിച്ചതിന് ശേഷം അപ്പോൾ ചെറിയൊരു മണ്ണ് മൂടി മൂടി. എന്നിട്ട് അതിന് വെള്ളം ഒഴിച്ചു. ആ മണ്ണില്, ആ തടത്തിൽ അടച്ച മണ്ണില് എത്ര ദിവസം വെള്ളം ഒഴിച്ചു? അതിന് വെള്ളം ഒരു 10 ദിവസം വെള്ളം ഒഴിച്ചു. എന്നിട്ട് 10ാമത്തെ ദിവസം വിത്തിട്ടു. മൊത്തം ഇത്രയും ചെയ്തിട്ട് ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞിട്ട് വളരെ കരുത്തിൽ ചെയ്തു. ഒരുപാട് മുളച്ചപ്പോൾ ഒരുപാട് പിന്നെ കരുത്തോടെ വളർന്നു വരുമ്പോൾ പ്രാണികളും മറ്റും ഇല തിന്നാൻ പറ്റിയില്ല. കാരണം ഒരേല നിന്ന് കഴിയുമ്പോഴേക്കും 2-3 ഇല വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അതിന് ഒരു പ്രാഥമികമായിട്ട് പ്രൈമറി സ്റ്റേജിൽ വരുന്ന അറ്റാക്കുകളൊന്നും ബാധിച്ചില്ല. അല്ലെങ്കിൽ ഇല നിന്ന് അത് ശുഷ്കിച്ചട നിൽക്കും. അങ്ങനെ ഗംഭീരമായി വളർന്നു. ഉടനെ തന്നെ പിന്നെ ഈ തടത്തിന് ചുറ്റും പിന്നീട് മുളച്ച് ചെടികൾ വലുതാകുമ്പോൾ 4 ഇല വരുന്ന സമയത്ത് നല്ല കനത്തിൽ മണ്ണ് പോയി കിട്ടും. തടം ചെടി വന്നിട്ട് ചെടി നല്ല തടത്തിൽ മണ്ണ് കിട്ടും. ഇനി 25 തടത്തിന് ചുറ്റും പുല്ലും. അത് പിന്നെയല്ലേ ഇടുന്നത്? മുളച്ച് ചെടികൾ വന്നതിന് ശേഷം, ചെടി ആയതിനു ശേഷം അതിന് പടക്കാൻ വേണ്ടി പിന്നെ പുല്ലും വിരിച്ചു.
മണ്ണ് കംപ്ലീറ്റ് കവർ ചെയ്യും. ചെടി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തടം കൂടിയതിന് ശേഷം അവിടെല്ലാം പുല്ലിട്ടു, എല്ലാ സ്ഥലവും മൂടി സൂര്യപ്രകാശം മണ്ണിൽ ഏൽക്കാത്ത വിധം കംപ്ലീറ്റ് കവർ ചെയ്തു. ആ പ്രദേശം 20 സ്ഥലം കംപ്ലീറ്റ് മണ്ണെടുത്തു, പുല്ലിട്ട് മൂടി, എന്തിന് പൊതിയിട്ടു. എന്തിന്? സാധാരണ വെള്ളരിക്ക ആയാലല്ലേ പൊതിയിടല്? വെള്ളരിക്കൊക്കെ അല്ല, വെള്ളരി പടക്കുമ്പോൾ ഒന്ന് ആ മണ്ണിന് സൂര്യപ്രകാശം വേണ്ട, പിന്നെ 2 ഇതിന്റെ ആ സപ്പോർട്ടിങ് അത് കൊളുത്ത് പിടിച്ചു കയറാൻ വേണ്ടി മണ്ണിന്റെ വെയിലടിക്കുന്ന സമയത്ത് മണ്ണ് കിടന്ന് വെള്ളി ചൂടാവാതിരിക്കാനും. പിന്നെ കായ്കൾ നിലത്ത് കിടന്ന് കീടം ആക്രമിക്കാതിരിക്കാനും പുല്ല് പിരിച്ചു വെച്ചു. മണ്ണുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലാത്ത വിധത്തിലാക്കി വെച്ചു. പിന്നെ 45 ദിവസം കഴിയുമ്പോൾ പൂക്കാൻ തുടങ്ങി, കായ് വരാൻ തുടങ്ങി. 15 ദിവസം 60, 65, 70 ദിവസം ആകുമ്പോഴേക്കും ഒന്നാമത്തെ പിന്നെ രണ്ടാമത്തെ അങ്ങനെ 150 മാത്രമേ വെക്കേണ്ടി വരില്ല. 150